അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ വിടൂല. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ എതിരെ കത്തി കാണിച്ചാൽ സ്വർഗത്തിന്റെ വാസന പോലും അടിക്കൂല എന്ന് ഹദീസിലില്ലേ? എത്ര സ്ഥലത്താണ് ഉള്ളത് ഹദീസ്? 100 കണക്കിന് ഹദീസല്ലേ. അതായത് അവരെ ഭയപ്പെടുത്താൻ പാടില്ല. അവർ നമ്മളൊക്കെ സഹോദരങ്ങളല്ലേ. ഇതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരുമാണ്. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലാവുന്നവരെ അവരതിൽ തുടരും. ഈ കാര്യം മനസ്സിലായിട്ട് തുടരുകയാണെങ്കിൽ തുടർന്നോട്ടെ, അയാൾ സ്വതന്ത്രനല്ലേ. ഒരു അമുസ്ലിമിനെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാനുള്ള ഒരു കൺസെപ്റ്റും, ഒരു യുദ്ധം ചെയ്ത് ഇസ്ലാമിൽ ചേർക്കാനുള്ള ഒരു കൺസെപ്റ്റും ഇസ്ലാമിൽ ഇല്ല. ഷിർക്കിനെതിരെ ഒരു യുദ്ധവും മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇതുവരെയുള്ള ഇസ്ലാം പ്രചരിച്ചത് ഈ ബഹുദൈവ ആരാധനക്കെതിരെ നമ്മൾ അവർക്ക് തെളിവുകൾ കൊണ്ടാണ് കാര്യങ്ങളെ സമർത്ഥിക്കേണ്ടത്. അവർക്ക് ഹൃദയം കൊണ്ടാണ് അവരോട് നമ്മൾ യോജിക്കേണ്ടത്. അപ്പൊ ജിഹാദ് ഇല്ല എന്നാണ്. ജിഹാദ് ഉണ്ടല്ലോ. ഏതാണ് ജിഹാദ്? ഖിതാലാണ് അവർക്കെതിരെ ഇല്ലാത്തത്. ജിഹാദ് എന്നാൽ എന്താണ്? ഒരാൾ നേര് മനസ്സിലാക്കാൻ നേര് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ്. നീ അയാളതിന് തയ്യാറില്ലേ, അയാളെ പാട്ടിന് വിടുക. ഇപ്പം നിങ്ങളൊരു സപ്പോസ് അപ്പുറത്തൊരു ക്രിസ്ത്യാനി ഇരിക്കുന്നു. ആ ക്രിസ്ത്യാനിക്ക് ഇതൊന്നും കേട്ടിട്ടും അയാൾ ഇസ്ലാമിൽ അയാളെ നിർബന്ധിച്ച് പിടിച്ച് ഭാഗത്തിലൂടെ അയാളെ പ്രേരിപ്പിച്ച് കയറ്റേണ്ട ഒരു ആവശ്യം ഇസ്ലാമിനില്ല. പറയാ. ചിലപ്പോ പറയാതെ ഇരിക്കാം, ചിലപ്പോൾ പറയാതിരിക്കലാ നന്മെങ്കിൽ പറയണ്ട. അങ്ങനെയല്ലേ കോന്തു നായരെ എന്നെങ്കിലും. ഇവിടെ മലബാറിലെ മുസ്ലിം നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന മമ്പുറത്ത സയ്യിദ് അലവി തങ്ങൾ. അവസാന ദിവസം വരെ അവരുടെ സെക്രട്ടറിയാരാ കോന്തു നായരോട് ഒരു ദിവസമെങ്കിലും മുസ്ലിമാവ് കോന്തു എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാവില്ലേ പറഞ്ഞിട്ടുണ്ടോ? അതിലെങ്കിലും വല്ല കമ്മിയുണ്ടോ? എന്തുകൊണ്ട്? കോന്തു നായരോട് പറയേണ്ടേ ഇല്ല എന്ന് ആ മനുഷ്യൻ്റെ 6ാം ഇന്ദ്രിയം ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടാവും. കുറ്റക്കാരനാണോ മമ്പർത്തങ്ങൾ? ആ ഒരു കുറ്റം പരലോകത്തുണ്ടാവും. ഇല്ല, ചിലപ്പോൾ മിണ്ടാതിരിക്കലായിരിക്കും നന്മ. അതൊക്കെ നന്മയാണ്. ഈ മക്കയിൽ നിന്ന്